ടെസ്റ്റ് ക്രിക്കറ്റിൽ നിലവിൽ ന്യൂസിലാൻഡിനോടേറ്റ പരമ്പര നഷ്ടത്തിന്റെ ആഘാതത്തിലാണെങ്കിലും ഇത്തവണയും ഇന്ത്യ-ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയുടെ ആവേശത്തിന് മങ്ങലേറ്റിട്ടില്ല. 2018-19 2020-21 ഓസ്ട്രേലിയൻ മണ്ണിൽ പരമ്പരകൾ സ്വന്തമാക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഇത്തവണ പക്ഷേ സ്വന്തം മണ്ണിൽ പരമ്പര കൈവിടില്ല എന്നുറച്ചാണ് ഓസ്ട്രേലിയൻ സംഘമെത്തുന്നത്. ക്രിക്കറ്റിലെ രണ്ട് വൻശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നത് മാത്രമല്ല ഇന്ത്യ-ഓസ്ട്രേലിയ പരമ്പരകളെ ആവേശകരമാക്കുന്നത്. അതിനൊപ്പം കളിക്കളത്തിൽ ചില താരങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളും ക്രിക്കറ്റ് പ്രേമികളെ കാത്തിരിക്കുന്നുണ്ട്. കോഹ്ലി കമ്മിൻസ്, സ്റ്റീവ് സ്മിത്ത്, അശ്വിൻ, ഋഷഭ് പന്ത്, നെതൻ ലിയോൺ പോരാട്ടവും അതിൽ ചിലതാണ്. ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നിറമങ്ങിയ സാഹചര്യത്തിൽ നെതൻ ലിയോൺ, ഋഷഭ് പന്ത് പോരാട്ടത്തിനാകും ലോകം കൂടുതലായി കാത്തിരിക്കുന്നത്. 2018-19 പര്യടനത്തിൽ 4 തവണയാണ് ലിയോണിന്റെ ബോളിംഗിന് മുന്നിൽ പന്ത് അടിയറവ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം നെതൻ ലിയോണിന് മുകളിൽ ശക്തമായ ആധിപത്യം നേടുവാൻ പന്തിന് സാധിച്ചു. 5 വർഷം മുൻപ് ലിയോൺ ചുരുട്ടിക്കൂട്ടിയ പഴയ ഋഷഭ് പന്തല്ല നിലവിലെ പന്ത്. 2020-21 പ്രശസ്തമായ ഗബ ടെസ്റ്റിലടക്കം പലതവണ ഋഷഭ് പന്ത് ലിയോണിനെ പഞ്ഞിക്കിട്ട് കഴിഞ്ഞു. 2019 പര്യടനത്തിൽ ലിയോണിന്റെ 103 പന്തുകളെ നേരിട്ട ഋഷഭ് പന്ത് 71 റൺസാണ് നേടിയത്. എന്നാൽ 4 തവണ ലിയോണിന് മുന്നിൽ പന്ത് തന്റെ വിക്കറ്റ് സമർപ്പിച്ചു. 2019 2020 പന്തിനെ പുറത്താക്കുവാൻ ലിയോണിന് കഴിഞ്ഞില്ല. 2019 ലിയോൺ എറിഞ്ഞ 81 പന്തിൽ 51 റൺസും 2020 16 പന്തിൽ 12 റൺസുമാണ് താരം നേടിയത്. 2021 147 പന്തിൽ 95 റൺസും പന്ത് നേടി. ആ വർഷം ഒരു തവണ പന്തിനെ ലിയോൺ പുറത്താക്കുകയും ചെയ്തു. ഈ വർഷം വീണ്ടും ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ലിയോൺ പ്രധാനമായും ലക്ഷ്യമിടുന്നത് പന്തിന്റെ വിക്കറ്റുകൾ തന്നെയാണ്. ഋഷഭ് പന്ത് പുറത്താവുന്നതോടെ ഇന്ത്യൻ മധ്യനിര പൊളിയുമെന്നതും ഇതിന് കാരണമാണ്. പന്തിന്റെ സിക്സറുകളെ ഭയക്കുന്നില്ലെന്നും പന്തിനെ സമ്മർദ്ദത്തിലാക്കി വിക്കറ്റ് സ്വന്തമാക്കുവാൻ ഇക്കുറി തനിക്ക് സാധിക്കുമെന്നാണ് ലിയോൺ പറയുന്നത്.